ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റ്സിൻ്റെ പറ്റിയാണ് കേട്ടോ. മണി പ്ലാന്റ്സിന് ഞാൻ എന്തൊക്കെ കെയറിങ് ചെയ്യേണ്ടതെന്നും അതുപോലെ എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സാണ് അതിന് യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ള വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഏത് രണ്ട് ടൈപ്പ് രീതിയിൽ നമുക്ക് നട്ട് കൊടുക്കാതെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഏത് മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ രണ്ട് മെത്തേഡ് ഇപ്പോഴോട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇതൊക്കെ നമ്മൾ കട്ടിങ്സ് വരുന്നത് ഒരുമിച്ച് ഞാൻ നട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് പിന്നെ എടുത്തിട്ടാണ് വേറെ പോട്ടിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലിപ്പോൾ എല്ലാവരും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ 4 വെറൈറ്റീസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതിലൊന്ന് ഇതാണ് കേട്ടോ, നിയോൺ പോത്തോസ്. നിയോൺ പോത്തോസിനെ കാണാണ്ട് അതിൻ്റെ ലീഫൊക്കെ നമ്മുടെ വാഴക്കൊമ്പിൻ്റെ ഇലയുടെ കളറൊക്കെ ആയിട്ട് വരും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ പോട്ടിൽ നട്ട് കൊടുക്കാം. ഇതുപോലെ കോയ ട്യൂബിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ പടർത്തി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഹാങ്ങിങ് ആയിട്ടും ചെയ്ത് കൊടുക്കാമല്ലോ, അതും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ലീഫിൻ്റെ ഒക്കെ ഈ പുഴുവില്ലേ, അത് നമ്മുടെ അതിൻ്റെയൊക്കെ ശല്യങ്ങളില്ലാണ്ടിരിക്കാനായിട്ട് കടക്കിൽ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഒരു പരിധി വരെ ഈ ഒച്ചിൻ്റെ ശല്യത്തിൽ നിന്ന് ലീഫിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തോളും കേട്ടോ പ്ലാന്റിന്. പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാണകം നല്ലത് തന്നെയാണ് കേട്ടോ. അത് ഇതിൻ്റെ ചാണകത്തിൽ നൈട്രജൻ അടങ്ങിക്കണം, ലീഫിൻ്റെ ഹെൽത്തിനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ NPK വെച്ച് കൊടുക്കാം നമുക്ക്, അതല്ലെങ്കിൽ എപ്സം സോൾട്ട് ചെയ്ത് കൊടുക്കാം പ്ലാന്റിന്. പിന്നെ വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ല വളങ്ങൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ സാധാരണ കണ്ട മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് ഗോൾഡൻ പോത്തോസ് എന്നറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ ഗോൾഡൻ പോത്തോസ് ഇതും ഇതുപോലെ തന്നെ നീണ്ട തണ്ടൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വളച്ചിട്ട് ഈ പൊട്ടിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ബുഷിയായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ഇപ്പോൾ ഇത് ഹാങ് ചെയ്തിട്ടിടയിൽ ഈ നീള തണ്ടം നിൽക്കുന്നുണ്ട്, അതിന് ഇതുപോലെ എടുത്ത് പൊട്ടി തന്നെ നട്ടു കൊടുത്താൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. അപ്പോൾ ഞാനിത് ഹാങ് ചെയ്തേക്കുന്നത് ഇച്ചിരി നീണ്ടിങ്ങനെ പുറത്തൊക്കെ കടന്നാലേ ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും നമുക്ക് എപ്പോഴും നമ്മുടെ ഗാർഡനും നമ്മുടെ വീടും ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണല്ലേ പോത്തോസ് എന്ന് പറയുന്നത്. അധികം കെയറിങ് ഒന്നും വേണ്ട, എന്നാൽ നല്ല ഭംഗിയായിട്ട് എപ്പോഴും ഇരിക്കുകയും ചെയ്യും. ഇത് എൻജോയ് പോത്തോസ് ആണ് കേട്ടോ. ഇത് ഞാനിതുപോലത്തെ കണ്ട പോട്ടിൽ ബുഷിയായിട്ട് നിർത്തിക്കുന്നതാണ് കേട്ടോ. ഇത് ഹാങ്ങിങ് ആയിട്ട് നിർത്തിക്കണം കേട്ടോ. ഒരു സ്റ്റാൻഡിൽ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്, അതിലാണ് ഇതിങ്ങനെ നിൽക്കണം കേട്ടോ, ഹാങ് ആയിട്ട്. അടിയിലോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പം അത് ഇടയ്ക്ക് വലുതാകുമ്പോൾ ഒന്ന് ഒപ്പം വെച്ച് വെട്ടി കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ പ്ലാന്റിനെ സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഗോൾഡൻ പോത്തോസാണ്. ഇത് മാർബിൾ ഷെയ്ഡ് പോത്തോസ് കേട്ടോ. ഇതിന് ലീഫിൽ കണ്ട ഓരോ ഷെയ്ഡ് വ്യത്യാസം. പിന്നെ ഇതിൽ നമ്മളിപ്പം എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. നിയോ പോത്തോസും ഉണ്ട്, എൻജോയ് പോത്തോസും ഉണ്ട്, മാർബിൾ ഷെയ്ഡിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വാട്ടറിലും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വാട്ടറിൽ ഇതുപോലെ ഇങ്ങനെ വേര് പെട്ടെന്ന് പിടിക്കുകയും ചെയ്തോളൂ കേട്ടോ. ഇതിപ്പോൾ നിറച്ച് വേര് വന്നിരിക്കുന്നുണ്ടാകും കേട്ടോ. വാട്ടറിൽ നട്ടിട്ട് ഇപ്പോൾ ഗ്ലാസിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വേര് തിങ്ങിയിരിക്കുകയാണ്. വാട്ടറിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗ്രോത്തിൻ്റെ ഇത്തിരി സ്പീഡ് കുറവായിരിക്കും. പിന്നെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് വാട്ടറിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഒന്നും ചെയ്ത് കൊടുക്കണില്ല കേട്ടോ വാട്ടറിലുള്ളതിലൊന്നും. വാട്ടറിൽ നമ്മൾ കിച്ചണിലൊക്കെ വാട്ടറിൽ സെറ്റ് ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മണ്ണിൽ ചിലപ്പോൾ വല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 രീതിയിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ മണി പ്ലാന്റ് നട്ടുപിടിപ്പിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നീളമുള്ള തണ്ടെടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ വളച്ചിട്ട് ഈ ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഓരോ നോട്ട്സിൻ്റെ മുകളിൽ കുറച്ച് മണ്ണുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പിന്നെ പുതിയ മുളപ്പുകളൊക്കെ വന്ന് നല്ല ഭംഗിയിൽ ഇത് ഈ പോട്ട് നിറച്ച് തിങ്ങി നിന്നോളും കേട്ടോ. അതുപോലെ ഇതുപോലെ നീളമുള്ള വരുമ്പോൾ നമ്മൾ വളച്ച് ആ പോട്ടിൽ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോട്ടിൽ ബുഷിയായിട്ട് മണി പ്ലാന്റ്സ് വളർന്നോളും കേട്ടോ.
ഇനി നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലും പിടിപ്പിക്കാം കേട്ടോ. അതും ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. വെറുതെ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക പോട്ടിൽ, എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പെപ്പർ ഇതിൻ്റെ കട്ടിങ്സ് ഈ ഒരു വലുപ്പത്തിലുള്ള കട്ടിങ്സ് ആണ് എടുക്കുന്നത്. ഇത്രയും ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് നമുക്കതിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പം അതും നമുക്ക് പെട്ടെന്ന് പിടിച്ചിട്ടും ചെയ്യും കേട്ടോ. ഇനി ഇതിന് ഗ്രോത്ത് വരുമ്പോൾ അതുപോലെ കട്ട് ചെയ്ത് നിർത്തുന്നത് കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.